രാജേഷ് കൃഷ്ണയുടെ കത്തുകളും സംഭാഷണങ്ങളും ഒക്കെ തന്നെ വലിയ തോതിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായിട്ട് ഇയാൾക്കുള്ള ബന്ധം വലിയ തോതിൽ സംശയിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരുപാട് അഴിമതികളും നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട മസാല ബോണ്ട് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ കിഫ്ബിയെ ലിസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ അഴിമതിയാണ്. ഇത് സർക്കാരിന് മേൽ വലിയ കളങ്കം ചാർത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ കളങ്കങ്ങളുടെ ഒരു കൂട്ടമാണ് സംസ്ഥാന സർക്കാർ എന്ന് പറയേണ്ടി വരും. ഈ പറയുന്ന ലാവ്ലിൻ കേസുമായിട്ട് ബന്ധമുള്ള കമ്പനികൾ വരെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഓഹരികൾ വാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന പരാതിയും ആരോപണങ്ങളും എല്ലാം പുറത്തു വരുന്നു. ആകെ വെട്ടിലായിരിക്കുകയാണ് CPM. ശരിക്കും CPMൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് ഈ പറയുന്ന രാജേഷ് കൃഷ്ണ എന്ന് പറയുന്നത്. സർക്കാരിനുള്ള ഒരു കുരുക്കല്ലേ ഇത് ശരിക്കും? തീർച്ചയായിട്ടും ഈ ശ്യാംജിത്ത്, ഷർഷാദ്, രാജേഷ് കൃഷ്ണ ഇങ്ങനെ നീളുകയാണ് ഒരു പട്ടിക എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിലെ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുരുക്കിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൽ സംശയമൊന്നുമില്ല. നമ്മൾ ഈ സാധാരണ കണ്ടുവരുന്നത് പോലെ അല്ലല്ലോ. നേരത്തെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ അവർ പൊതുവെ അവരുടെ കുടുംബാംഗങ്ങളൊന്നും വലിയ സ്വാധീനം ഭരണത്തിൽ ചെലുത്താത്ത ഒരു കാലം ഉണ്ടായിരുന്നു വളരെ പണ്ട്. അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ള ചുമതലകൾക്കകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇതെല്ലാം പോയി. കഴിഞ്ഞ ഭരണങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ബന്ധുക്കൾ, അതായത് പാർട്ടി നേതാക്കന്മാരുടെ ബന്ധുക്കൾ, മന്ത്രിമാരുടെ ബന്ധുക്കൾ, പാർട്ടി സെക്രട്ടറി ബന്ധുക്കൾ, ഇവരൊക്കെ കൂടെ ചേർന്ന് ഉണ്ടാക്കി വെക്കുന്ന ഒരു കോക്കസാണ് ഈ ഭരണമെന്ന് പറയുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു തോന്നൽ മനുഷ്യരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ വിഷയം രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞാൽ പാർട്ടി അംഗമായിരുന്നു. പാർട്ടിയുടെ ലണ്ടൻ ചുമതലയുള്ള ആളായിരുന്നല്ലോ അദ്ദേഹത്തെ. പിന്നെ അതിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിന് ചെയ്തു എന്നുള്ളതാണല്ലോ. ഇതെല്ലാം കൃത്യമായും അവിഹിതമായും ഉള്ള ധനസമ്പാദന മാർഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ മന്ത്രിസഭയിൽ കോടിയേരി ബാലകൃഷ്ണ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രൻ്റെ മേൽ പതിച്ചിരുന്ന ആരോപണങ്ങളും അതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടതും അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇവിടെ എല്ലാ സംശയ നിലയിൽ നിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴാണ് ഈ ഏറ്റവും ഒടുവിൽ ഈ തോമസ് ഐസക് ഒരു ധനശാസ്ത്രജ്ഞനാണ് അദ്ദേഹം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു എക്കണോമിക്സ് ഒത്തിരി ബിരുദാനന്തര ബിരുദവും പഠനവും ഒക്കെ ഉള്ള ആളാണ്. അദ്ദേഹം ധനകാര്യമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ ഭാവഹാവാദികൾ തന്നെ ഒരു ധനകാര്യ വിദഗ്ധനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് ഇതെല്ലാം കൂടെ ചേർന്ന് എത്തിച്ചേർത്തിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ ഏതാണ്ട് പാപ്പരാക്കി എടുക്കുന്ന ഒരവസ്ഥയിൽ നിന്നാണ്. 2019 ഈ കിഫ്ബി മസാല ബോണ്ടുകൾ ഒരു പ്രശ്നമായി വന്നത്. 2019 അതിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്ത ഈ കിഫ്ബിയുടെ ബോണ്ടുകൾ, ഈ മസാല ബോണ്ടുകൾ, അതാണിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ EDയുടെയൊക്കെ അന്വേഷണം എന്ന് പറയുന്നത് അതിലേക്ക് നീളുകയാണ്. അന്നത്തെ ആ മസാല ബോണ്ടുകൾ അത് 9.73% ഇൻട്രസ്റ്റിന് പലിശയ്ക്ക് ഇത് വാങ്ങിക്കേണ്ട ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അന്ന് NTPC അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കുറച്ച് പലിശയ്ക്ക് കിട്ടാവുന്ന ധനാഗമ മാർഗങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചുകൊണ്ട് അതൊക്കെ വേണ്ടെന്ന് വെച്ചു. അത്തരം സാധ്യതകളൊക്കെ നിലനിൽക്കുമ്പോഴാണ് അന്നേ അറിയാം അതിനെപ്പറ്റി ആരോപണങ്ങളന്നേ ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങളെയൊക്കെ പുച്ഛിച്ച് തള്ളുന്ന ഒരു സമീപനമാണ് പ്രധാനമായിട്ട് ഈ തോമസ് ഐസക്കിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിരിക്കുന്നത്. അദ്ദേഹം ആർക്കും ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല, മറ്റു കാര്യങ്ങൾ അദ്ദേഹമാണ് ധനകാര്യ വിദഗ്ധൻ എന്നൊരു ഭാവത്തിലാണ് അദ്ദേഹമൊക്കെ ചെയ്തത്. അപ്പോൾ ഈ രാജേഷ് കൃഷ്ണയുടെ ഏർപ്പാടുകളെന്ന് പറയുന്നത് ഉന്നതന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോൾ കൃത്യമായും വെളിയിൽ വന്ന് കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഈ ഷർഷാദ് ഉന്നയിക്കുന്ന ആരോപണങ്ങളെന്ന് പറയുന്നത് ചെറുതല്ലല്ലോ. അതിന് നമുക്ക് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും ഒട്ടും ചെറുതല്ലല്ലോ. ഇപ്പോൾ ഈ കൃത്യമായ ഒരു അന്വേഷണം നിഴലിൽ നിൽക്കുകയാണ് ഇവരെല്ലാവരും. അപ്പോൾ ഈ മസാല ബോണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൂടിയ പലിശയ്ക്ക് പണം എടുക്കുന്നതിന് ഒരു അപാകതയും കാണുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഈ കിഫ്ബി വഴി ചെയ്ത റോഡുകൾ, കെട്ടിടങ്ങൾ ഇങ്ങനെ കാണിക്കുകയാണ്, ഉദാഹരണങ്ങൾ കാണിച്ചുകൊണ്ട് ഇതിന് മുഴുവൻ പെട്ടെന്ന് ന്യായീകരിക്കുകയാണ്. ഇതിനല്ലാതെ ഒരു ബദൽ ചൂണ്ടിക്കാണിക്കാനൊക്കെയാണ് തോമസ് ഐസക് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അല്ലാത്ത പല ബദലുകളുമുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് അന്ന് തന്നെ നിലനിൽക്കുമ്പോഴാണ് അങ്ങനെയാണ്. ധനാഗമ മാർഗ്ഗത്തിൽ തന്നെ വളരെ കുറഞ്ഞ പലിശയ്ക്ക് കിട്ടുന്നതിനുള്ള മാർഗ്ഗങ്ങളെ മുഴുവൻ വേണ്ടാന്ന് വെച്ചുകൊണ്ടാണ് ഇൻറ്റേർണൽ ധനസമാഹരണത്തിലുള്ള വസ്തുക്കൾ ടാക്സ് കൂടുതലെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരുപാട് ധനാഗമ മാർഗ്ഗങ്ങൾ സർക്കാരിന് മുമ്പിൽ ഉണ്ടായിരിക്കുകയാണ് ഇത് മുഴുവൻ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ചെയ്തത്. അതാണിപ്പോൾ ഒരു വലിയ അളവോളം പൊളിഞ്ഞിരിക്കുന്നത്. രാജേഷ് കൃഷ്ണയ്ക്ക് ഈ ഒരു പാർട്ടി നേതൃത്വവുമായിട്ട് അദ്ദേഹം പാർട്ടിയുടെ ഭാഗം തന്നെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്പനി വഴി നടന്നിരിക്കുന്ന ഇടപാടുകളെന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ അമ്പരപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആ കമ്പനി വഴി കേരളത്തിലേക്ക് ഒഴുകിയിരിക്കുന്ന പണം വെളുപ്പിക്കാനും പണം കള്ളപ്പണമാക്കാനും വേണ്ടി നടത്തിയിരിക്കുന്ന ഇടപാടുകളെന്ന് പറയുന്നത് ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. പാർട്ടി സെക്രട്ടറിയൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ അതിസമ്പന്നനാവുകയും ദരിദ്രരാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഒഴിവാക്കുകയാണ് നമ്മുടെ പാർട്ടിയുടെ ലക്ഷ്യമെന്നൊക്കെ പറയുമ്പോൾ ഈ പാർട്ടി സംവിധാനത്തിലാകെ
നമ്മൾ ഈ ചില വിദേശ രാജ്യങ്ങളിൽ അപ്പോൾ ഏകഛത്രാധിപത്യമുള്ള ചില രാജ്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയൊക്കെ വരുന്ന ആരോപണം എന്ന് പറയുന്നത് പല അവിടെ അതിപ്പോൾ ഒരു മുതലാളിത്ത പാതയിലെത്തിരിക്കുന്നത് മാത്രമല്ല, ജോലിക്കൊക്കെ ആളുകളെ ആരെ വേണമെങ്കിലും പിടിച്ചുകൊണ്ട് പോയി ഒരു സ്ഥാപനത്തിൽ ജോലി വേതനം കൊടുക്കാതെ ജോലി ചെയ്യിപ്പിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അത് ഏതെങ്കിലും പറഞ്ഞു വരുമ്പോൾ ഏതെങ്കിലും പാർട്ടി കമ്മിറ്റി, ഉന്നത കമ്മിറ്റി അംഗത്തിൻ്റെ ഫാക്ടറി ആയിരിക്കും, ഒരു സ്ഥാപനമായിരിക്കും അത്. എന്നിട്ടാണ് ഈ പറയുന്നത്. അത് പൊതുവെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ സ്വീകരിച്ചു വരുന്ന ഒരു സമീപനമെന്ന് പറയുന്നു. ചൈനയെ പറ്റിയൊക്കെ ആ ആരോപണം വളരെ ശക്തമായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂലിയില്ലാതെ ജോലി ചെയ്യുന്നുണ്ട്, മതിയായ വേതനമില്ലാതെ കൂലിയില്ലാതെ തന്നെ ജോലി ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ ഈ പാർട്ടിയുടെ ഉന്നത വൃത്തങ്ങളിൽ ഇരിക്കുന്നവരെ പറ്റി വലിയ ആരോപണമുണ്ട്. പഴയ സോവിയറ്റ് യൂണിയനിൽ പോലും അങ്ങനെ ഉയർന്നിട്ടുണ്ട്. പാർട്ടി ഉന്നത നേതാക്കൾ അതാണ് സോവിയറ്റ് യൂണിയൻ തകർച്ച കാരണമായെന്ന് പോലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെയുള്ള ഒരവസ്ഥയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPM സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഭരണകൂടങ്ങളിലൊക്കെ ഉയർന്നു വരുന്ന ആരോപണം. ഇപ്പോൾ SNC ലാവ്ലിൻ കമ്പനി എന്ന് പറയുന്ന അവർ അത് ആ SNC ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ആ കേസിൻ്റെ വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ നീണ്ടുപോകുന്നത് എന്നതിനെ പറ്റി നമുക്ക് സാമാന്യ ജനങ്ങൾക്ക് പോലും വളരെ കൃത്യമായൊരു ധാരണ ഇപ്പോഴുണ്ട്. കാരണം അത് ഭരണകൂടത്തിൻ്റെ കൃത്യമായ ഒരു ഇടപെടലും ഭരണകൂടത്തിൻ്റെ ഒരു അഴിമതിയുടെയും ഒക്കെ ഒരു കാര്യമായിട്ട് ആ കാര്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്, പലപ്പോഴും ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇത് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം സാധാരണ ആൾക്കാർക്ക് പോലും മനസ്സിലാവുന്നൊരു കാര്യമാണ്. അവർ ഈ കിഫ്ബിയുടെ ഈ എന്താ പറയുന്നത് ഈ സംവിധാനത്തിൻ്റെ ഈ നമ്മൾ എടുത്തിരിക്കുന്ന നമ്മൾ വാങ്ങിയിരിക്കുന്ന ബോണ്ടൊക്കെ പോയിരിക്കുന്ന വഴി എന്ന് പറയുന്നത്, ഈ വഴി എന്ന് പറയുന്നത് ഒട്ടും ശരിയായ വഴിയല്ലെന്നും അത് വളരെ കൃത്യമായിട്ടും അഴിമതിയുടെ വഴി തന്നെയാണെന്നും അതിൽ പങ്കാളികളായിരിക്കുന്നത് പാർട്ടി നേതാക്കന്മാരും കുടുംബാംഗങ്ങളുമാണെന്നും വരുമ്പോഴും കുടുംബാംഗങ്ങളുടെ ആഡംബര ജീവിതം അടക്കമുള്ള ഒരു രീതി എന്ന് പറയുന്നത്, നമ്മൾ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ചടയൻ ഗോവിന്ദനെ പോലെയുള്ള ചില നേതാക്കന്മാരുടെ മക്കൾക്കൊരു ജോലി കൊടുത്തതിന് പ്രശ്നം ഉണ്ടാക്കിയ പാർട്ടിയാണ്. ചടയൻ ഗോവിന്ദൻ എന്ന് പറഞ്ഞ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ത്യാഗധനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പുത്രന് ദേശാഭിമാനി എന്താ പറയുക കണ്ണൂർ എഡീഷൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു ജോലി കൊടുത്തത് ഒരു അഴിമതിയായി വ്യാഖ്യാനിച്ച് പാർട്ടിക്കകത്ത് തന്നെ ആ ജോലിയിൽ നിന്ന് മാറ്റി അദ്ദേഹം പിന്നെ പുറത്ത് വിദേശത്തോട് പോയി ജോലി സമ്പാദിച്ച ഒരവസ്ഥയായിരുന്നുണ്ടായിരുന്നു കുറേ കാലം മുമ്പ്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു വലിയ ആൾക്കാരുടെ ഒരു നിരയുള്ള നേതാക്കളുടെയൊക്കെ മക്കൾ സർക്കാർ ജോലിയിലായിരിക്കുന്നത്. ജോലി മാത്രമല്ല, അനധികൃതമായ ജോലി മാത്രമല്ല, ഇവർക്ക് ജോലിയേക്കാൾ ഉപരി താല്പര്യം എന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നത് അതും ഈ കോടിക്കണക്കിന് രൂപയുടെ വ്യാപാരം നടക്കുന്ന ബിസിനസ്സിലാണ് ഇവർക്കൊക്കെ താല്പര്യം. ചെറിയ കാര്യങ്ങളെപ്പറ്റി അവരാരും ചിന്തിക്കുന്നില്ല, ജീവിതത്തിലെ ലാളിത്യത്തെപ്പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. ഇവരൊക്കെ വലിയ 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 സംവിധാനങ്ങളിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ പ്രശ്നത്തിൽ ഇത് പെട്ടെന്നങ്ങ് പോകും എന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ 4 വർഷമായി MP രാജേഷ് പറയുന്നത് 4 വർഷമായിട്ട് ഇതങ്ങ് എന്താ പറയുന്നത് കറങ്ങുന്ന ഒരു കത്തിനെ ചൊല്ലി ഒരു കാര്യത്തിന് എന്താ പറയുന്നത് ഇപ്പോഴൊരു പ്രസക്തിയില്ലെന്ന് പറയുന്നു. MP ഗോവിന്ദൻ ഇതിനെ പുച്ഛിച്ച് തള്ളുന്നു. അസംബന്ധങ്ങൾക്ക് മറുപടി പറയാൻ കാര്യമില്ല എന്ന് പറയുന്നു. കാരണം ഇതൊക്കെ അസംബന്ധങ്ങളാകുമ്പോൾ ഇവർക്ക് ഉന്നയിക്കുന്ന മറ്റു പല കാര്യങ്ങൾക്കും ഈ മറുപടി പറയാതിരിക്കുന്നവരോട് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. മറുപടി കൃത്യമല്ല, പറയുന്ന കൃത്യമായ മറുപടി പോലും കൃത്യമല്ല എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ഇങ്ങനെ ഉള്ള ഉയർന്നു വരുന്ന ഒത്തിരി ചോദ്യങ്ങൾക്ക് നേരെ ഏതാണ്ട് ആശയപരമായ ചോദ്യങ്ങൾ ചോദിച്ച് മുട്ടുകുത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവരാണ് ഈ പറയുന്നത് എന്ന് പറയുന്നത് ഇതൊക്കെ അസംബന്ധങ്ങളാണെന്നും ഇത്തരം ചോദ്യങ്ങൾ മറുപടി അർഹിക്കുന്നില്ല എന്നും ഇത്ര വ്യാപകമായിട്ടും ഒരു വലിയ അഴിമതിയുടെ ശൃംഖല തന്നെ രൂപപ്പെട്ടു വരുന്നു എന്ന കാര്യം നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോഴും ഇതിനൊക്കെ മറുപടി പറയാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് കഴിയുകയുമില്ല. കാരണം അത് അത്ര ദിവസം കഴിയുന്നതോടും ഇത് ക്രിസ്റ്റൽ ക്ലിയറായി രൂപപ്പെട്ടു വരികയാണ്. അല്ലെ ഓരോ വെളിപ്പെടുത്തലുകൾ വരുമ്പോഴും വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് രൂപപ്പെട്ടു വരികയാണ്. തോമസ് ഐസക് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം കേസ് ഫയൽ ചെയ്യുമെന്നാണ്. അദ്ദേഹം ഫയൽ ചെയ്യട്ടെ. ഒരു കേസ് ഫയൽ ചെയ്തതിൽ നിന്നാണല്ലോ ഈ പോളിറ്റ് ബ്യൂറോയ്ക്ക് കിട്ടിയ കത്തടക്കമുള്ളത് കോടതിയിൽ ഹാജരാക്കേണ്ടി വന്നത്. അതാണല്ലോ അങ്ങനെ കോടതിയിൽ ഹാജരാക്കേണ്ടി വന്നതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇതൊരു വിഷയമായി മാറുന്നത്. അതാണല്ലോ കത്ത് ചോർച്ച എന്ന് പറഞ്ഞ് എങ്ങനെ ചോർന്നു എന്നറിയാതെ ഇവർ ഇരിക്കുന്നത്. കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ കോടതിയിൽ കൊടുത്ത അപ്പീലിൽ എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നതെന്ന് അറിയില്ല എന്നതിനെപ്പറ്റി കിടന്ന് ഉഴറുന്നത് പോലെ ഒരു കേസ് കൊടുത്ത് മുമ്പോട്ടേക്ക് നീങ്ങാൻ പോവുകയാണെങ്കിൽ നമുക്കറിയാം അത് എന്തൊക്കെയായിരിക്കും ഇനി വരാൻ പോകുന്നതെന്നുള്ളത്. ഏതായാലും ഈ ഒരു തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ അവർ തന്നെ പറയുന്ന പോലെ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോഴുള്ള വെറും ഗുണ്ടല്ല ഇതൊന്നും. തിരഞ്ഞെടുപ്പ് അടുത്ത് വരുംതോറും ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരൊറ്റ കേസ് തന്നെ വളരെ 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 ആഴത്തിലേക്ക് പോകുമെന്ന കാര്യത്തിലും ഏതാണ്ട് 100% ഉറപ്പാണ്. വളരെ വിഷമിപ്പിക്കും. വെറുതെ അസംബന്ധമെന്ന് പറഞ്ഞ് പുച്ഛിച്ച് കളയാനോ ഇത് 3-4 വർഷങ്ങളായി നടക്കുന്നൊരു കാര്യത്തിന് പുതുമയൊന്നുമില്ലെന്ന് പറയുന്നതൊന്നുമല്ല. ഇതിൽ പുതുമ ഇത്തരം ഏർപ്പാടുകളിൽ പുതുമയില്ലെങ്കിൽ പോലും ഇത് വളരെ കൃത്യമായിട്ട് പുതുമയുള്ള ഏർപ്പാടാണ്. ഇത് അവർ ഒരുപാട് വെള്ളം കുടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.